ഇപ്പോൾ ബീഹാറിലേക്കാണ് പോകുന്നത്. ബീഹാറിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അവിടുത്തെ കരട് വോട്ടർ പട്ടിക കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നിരുന്നു. അതിൽ നിന്ന് 65 ലക്ഷം പേരെയാണ് അതിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുന്ന. ഇതിൽ കുറേ പേർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഇവർ സംസ്ഥാനം വിട്ടുപോയതും മരിച്ചവരും അത്തരത്തിൽ കാണാതായവരും ഒക്കെ ആയിരിക്കും എന്നാണ് ഈ 65 ലക്ഷം പേരെ കുറിച്ചിട്ട് പറയുന്നത്. ഇത് ശരിക്കും അവിടുത്തെ ഭരണകക്ഷിയായ എൻ ഡി എക്ക് സഹായകരമാവുമെന്നുള്ള ആക്ഷേപം ഇതിനകം തന്നെ പ്രതിപക്ഷം ഉയർത്തിയിട്ടുണ്ട്. കൂടാതെ ഇത് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ കൂടിയിട്ടാണ് ഈ വിഷയം. അജിംസ്, നിലവിൽ കഴിഞ്ഞ ദിവസം വന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. കാരണം വ്യത്യസ്ത മതവിഭാഗക്കാരായ 17 പേര് ഒരൊറ്റ വിലാസത്തിൽ ബീഹാറിൽ താമസിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഈ വോട്ടർ പട്ടികയിൽ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അതായത് ഇന്ന് ന്യൂസ് ലോണ്ടറി ചെയ്യാന്ന് വെച്ചാൽ ഒരു വോട്ടർ പട്ടിക എടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. വോട്ടർ പട്ടിക ഒന്ന് പ്രാദേശിക ഭാഷകളിലായിരിക്കും. അപ്പോൾ അത് പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ്. ഇപ്പോൾ മെഷീൻ ലേണിംഗ് സാധ്യമല്ലാത്ത വിധം ഈ പ്രാദേശിക ഭാഷകളിലാണ് ഇതുണ്ടാവുക. അപ്പോൾ ഡിജിറ്റൽ വോട്ടർ പട്ടികയോട്ട് ഇവർ പുറത്തു വിടുന്നുമില്ല. PDF ഫോർമാറ്റാണ്. PDF ഫോർമാറ്റ് പ്രാദേശിക ഭാഷകളിലാണ്. ഇപ്പോൾ ന്യൂസ് ലോണ്ടറി ഇവരത് വായിച്ചു ഇപ്പോൾ ഭയങ്കര രസകരമായ കാര്യങ്ങൾ കണ്ടു. ഈ വോട്ട് എക്സ്ക്ലൂഷൻ മാത്രമല്ല അവിടെ നടക്കുന്നത്. ഇപ്പോൾ 65 ലക്ഷം വോട്ടർമാർ അവിടെ നിന്ന് വെട്ടിമാറ്റുകയാണ്. അപ്പോൾ ഈ സുപ്രീം കോടതിയിൽ ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ വാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ യോഗേന്ദ്ര യാദവ് അതിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട്, യോഗേന്ദ്ര യാദവിൻ്റെ അഭിഭാഷകൻ. അപ്പോൾ കോടതി ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ മാസ് എക്സ്ക്ലൂഷൻ നടന്നാൽ ഞങ്ങൾ ഇടപെടും എന്നാണ് കോടതി അന്ന് പറഞ്ഞത്. അങ്ങനെ മാസ് എക്സ്ക്ലൂഷൻ നടക്കുന്നുണ്ട് എന്നതിന് തെളിവ് എന്നാണ് ചോദിക്കുന്നത്. ഇത്ര പേരെ മാറ്റി. അപ്പോൾ യോഗേന്ദ്ര യാദവ് എന്ത് ചെയ്തു? ഒരു സ്ത്രീയെ ഹാജരാക്കി കോടതിയിൽ. സ്ത്രീ ഹാജരാക്കിയിട്ട് പറഞ്ഞു ഇവർ മരിച്ചുപോയി എന്ന് പറഞ്ഞ് വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റിയ ആളാണ്, ഇവർ ജീവിച്ചിട്ടുമുണ്ട് കോടതി എന്ന് പറഞ്ഞു. കോടതി യോഗേന്ദ്ര യാദവിനെ അഭിനന്ദിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ കോടതി ആ ഒരൊറ്റ കാര്യത്തിൽ അതിലിടപെടാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അതെന്തുമാവട്ടെ, ന്യൂസ് ലോണ്ടറി കൊണ്ടുവന്ന അതിലേക്ക് വരാം. അവർ നോക്കുമ്പോൾ അവർ വോട്ടർ പട്ടികയിൽ ഒരു ബൂത്തിൽ 1 ആണ് വീട്ട് നമ്പർ. 1 എന്നൊക്കെ വീട്ട് നമ്പർ ഉണ്ടോ എന്നുള്ളത് വേറെ കാര്യം. ആ വീട്ട് നമ്പറിൽ ആളുടെ പേര് കോമ, അച്ഛൻ്റെ പേര് കോമ, ഒരു സ്ത്രീ ഉണ്ട്, ആ സ്ത്രീയുടെ ഭർത്താവിൻ്റെ പേര് കോമ. അതായത് പേരില്ലാത്ത വോട്ടർമാർ, കുത്തും കോമയും മാത്രമുള്ള 10ഓളം വോട്ടർമാർ, 10ലധികം വോട്ടർമാർ 1 എന്ന നമ്പറിലൊരു വീട്ടിലുണ്ട്. ആർക്കും പേരില്ല. അപ്പോൾ SIRനെ കുറിച്ചുള്ള ആക്ഷേപം ഉയർന്നുകൊണ്ടിരിക്കെ, വോട്ട് എക്സ്ക്ലൂഷനെ കുറിച്ചുള്ള ആക്ഷേപം ഉയർന്നുകൊണ്ടിരിക്കെ, വ്യാജ വോട്ടർമാരെ കുറിച്ചുള്ള തെളിവുകൾ പ്രതിപക്ഷ നേതാവ് ഹാജരാക്കിയിരിക്കെ, ഇപ്പോൾ കോടതി പരിഗണനയിലുള്ള ഒരു കേസിൽ ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിലുള്ള വോട്ടർ പട്ടികയിലുള്ള ഒരു കാര്യമാണ് ഞാനീ പറഞ്ഞത്. ഇപ്പോഴും നമുക്ക് നോക്കിയാൽ കാണാം കുത്തും കോമയുമാണ് വോട്ടർമാർ. അതായത് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ എല്ലാവർക്കും എവിഡൻ്റാണ്. അതായത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന ഭരണഘടനാ സ്ഥാപനം, ആ ഭരണ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത നാൾക്ക് നാൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നു. മറ്റൊരു കാര്യം, മുൻപ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ അതിൽ കോടതി കൂടി പങ്കാളിയായിരുന്നു. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പങ്കാളിയായിരുന്നു. ഇപ്പോൾ ആരാണ് തിരഞ്ഞെടുക്കുന്നത്? ഇപ്പോൾ സർക്കാർ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ, അതായത് ഹോം മിനിസ്റ്റർ. അതായത് പ്രധാനമന്ത്രി ഹോം മിനിസ്റ്ററും ചേർന്നിട്ട് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തിരഞ്ഞെടുക്കുകയാണ്. അവരാരായിരിക്കും തിരഞ്ഞെടുക്കുക? അവർക്ക് താല്പര്യമുള്ള. ഇപ്പോൾ മാത്രമല്ല, സുപ്രീം കോടതി ജഡ്ജിയുടെ അധികാര പദവിക്ക് ലെവലായിരുന്നു നേരത്തെ, അത് താഴ്ത്തി ഇപ്പോൾ അഡീഷണൽ സെക്രട്ടറി ആക്കി മാറ്റി. ഓക്കെ, അങ്ങനെ ആക്കാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാർ ഇതിനു മുമ്പായിരുന്നു എറണാകുളം കളക്ടറായിരുന്നു, നമുക്കറിയാം. പക്ഷേ അത് കഴിഞ്ഞ് അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോയിട്ട് പിന്നെ എന്തായെന്നറിയോ? അദ്ദേഹം അമിത്ഷായ്ക്ക് കീഴിലുള്ള കേന്ദ്ര സഹകരണ വകുപ്പിൻ്റെ കീഴിൽ ഉദ്യോഗസ്ഥനായിരുന്നു കുറേയധികം നാൾ അദ്ദേഹം ആഭ്യന്തര വകുപ്പിലെ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അങ്ങനെ അമിത്ഷായുടെ തൊട്ട് താഴെ അദ്ദേഹത്തിൻ്റെ ഉത്തരവുകൾ കേൾക്കുന്ന ഒരാളെ അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്നിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കുക. പിന്നെ അദ്ദേഹം പിന്നെ എന്താണ് ചെയ്യുക? വാട്ട് ഹീ സപ്പോസ് ടു ഡു? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ. അത് ജ്ഞാനേഷ് കുമാറിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രശ്നമല്ല, ആ നിയമത്തിൻ്റെ പ്രശ്നമാണ്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കാനുള്ള ആ പുതിയ നിയമ ഭേദഗതി കൊണ്ടുവന്നൊരു പ്രതിസന്ധിയാണിത്. അതിപ്പോൾ X or Y ആര് വന്നാലും ഒരു എക്സിക്യൂട്ടീവിനാൽ നേർക്ക് നേരെ നിയമിക്കപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥൻ പിന്നെ ആർക്ക് അനുകൂലമായിട്ട് പെരുമാറും? ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. തൃശ്ശൂർ ഈ പറഞ്ഞ മാതിരി 50,000 വോട്ടുകൾ കൂടുതലായി ചേർത്തു എന്ന ആക്ഷേപം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കോൺഗ്രസ് ഉയർത്തുന്നതാണ്. ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് ആളുകൾ കള്ളവോട്ട് ചേർക്കുന്നു എന്ന ആക്ഷേപം ഉയർത്തിയിരുന്നു. അന്നത്തെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ കളക്ടറാണുള്ള മുഖ്യ ഭരണാധികാരി. അദ്ദേഹത്തിന് പരാതി കൊടുക്കുന്നു. അദ്ദേഹം ആ പരാതി പരിഗണിക്കാൻ തയ്യാറായില്ല. എന്നിട്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഇലക്ടർ റോളിലുള്ള എല്ലാവരും വോട്ട് ചെയ്യട്ടെ എന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള തീരുമാനങ്ങളാണ് വരുന്നത്. ഇനി ഈ പരാതി അവഗണിച്ച ജില്ലാ കളക്ടർ ഇപ്പോൾ എവിടെയായിരിക്കുന്നത്? ഇപ്പോൾ അദ്ദേഹം
കേന്ദ്ര പഞ്ചായത്തി രാജ് മിനിസ്ട്രിയിൽ ഡയറക്ടറാണ്. അദ്ദേഹം ഉടൻ തന്നെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോയി. കൃഷ്ണ തേജ എന്നോ മറ്റാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഉദ്യോഗസ്ഥർ, അതായത് എക്സിക്യൂട്ടീവിന് വിധേയരാകുന്ന ഉദ്യോഗസ്ഥർ റഫറിമാരാകുമ്പോൾ സംഭവിക്കുന്ന കാര്യം. അപ്പോൾ അതായത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സിസ്റ്റത്തിൽ സമൂലമായ അഴിച്ചുപണിയിലൂടെ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുള്ളൂ. അതിപ്പോൾ ബീഹാറിലെ ഇപ്പോഴത്തെ ഈ മാസ് എക്സ്ക്ലൂഷൻ മാത്രമല്ല പ്രശ്നം. അത് ബീഹാർ തെരഞ്ഞെടുപ്പിലെ മാത്രം പ്രശ്നമാണെങ്കിൽ രാജ്യത്ത് മുഴുവൻ ജനഹിതം അട്ടിമറിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലനിൽക്കുന്ന തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ സമൂലമായ അഴിച്ചുപണി വേണം. അതിലൊന്ന് ഈ ഏറ്റവും പ്രധാനപ്പെട്ടത്, മർമ്മപ്രധാനമായ കാര്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിഷ്പക്ഷത ഉറപ്പുവരുത്തും വിധം അവരുടെ നിയമന സംവിധാനത്തിലുള്ള ആ നിയമം മാറ്റുക എന്നുള്ളതാണ്. മുമ്പുണ്ടായിരുന്ന നിയമം കുറേ കൂടി ആളുകൾക്ക് അക്സെപ്റ്റബിൾ ആയിരുന്നു, പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും സ്വീകാര്യമാവുന്ന, എല്ലാ രാഷ്ട്രീയ കക്ഷികളും സ്വീകാര്യമാവുന്ന ഒരു രീതിയായിരുന്നു. അത് മാറ്റിയേ മതിയാകൂ. രണ്ടാമത്തെ കാര്യം EVM ആണ്. EVM കുറിച്ച് ഇത്രയധികം ആക്ഷേപങ്ങൾ ഉയർന്ന വേറൊരു രാജ്യമില്ല. EVM ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ തന്നെ EVM കുറിച്ച് ഇത്രയധികം ആക്ഷേപങ്ങൾ ഉയർന്ന കാലമില്ല, വേറൊരു രാജ്യവുമില്ല. എങ്കിൽ EVM പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം. അത് പ്രതിപക്ഷ കക്ഷികൾ ആവശ്യപ്പെട്ടിരുന്നു. ബാലറ്റിലേക്ക് മടങ്ങിപ്പോകണമെന്ന് കോൺഗ്രസ് ഉൾപ്പെടെ, മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് മഹാരാഷ്ട്ര ഇലക്ഷന് ശേഷം. അപ്പോൾ അത് പുനഃപരിശോധിക്കണം. മറ്റൊന്ന്, ഈ ജനാധിപത്യ പ്രക്രിയയിൽ, തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വോട്ടർമാർക്കുള്ള ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന വിശ്വാസം വീണ്ടെടുക്കുന്ന വിധം ഭരണകൂടം പ്രവർത്തിക്കണം. അതിന് സുപ്രീം കോടതിക്ക് എങ്ങനെ ഇടപെടാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു ആദ്യ സൂചനയായിട്ട് ബീഹാറിലെ SIR പ്രോസസ്സിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. അതർവൈസ് ഒന്ന് ആലോചിച്ച് നോക്കുക, ലോകത്ത് ജനാധിപത്യം ഇത്രയും പുഷ്കലമായി നിലനിന്ന വേറൊരു രാജ്യം ലോകത്തില്ല. ഇപ്പോൾ അമേരിക്കയിലാവട്ടെ, UK അവിടത്തേക്കാളൊക്കെ മികച്ച ഒരു റോബസ്റ്റ് ഡെമോക്രാറ്റിക് സിസ്റ്റമാണ് നമ്മുടേത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജനങ്ങൾ അതിൽ വിശ്വാസം അർപ്പിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തോറ്റു കഴിയുന്നവർ ഞാൻ തോറ്റു എന്ന തോൽവി സമ്മതിച്ചുകൊണ്ട് വിജയിയെ അഭിനന്ദിക്കുന്ന ഒരു മികച്ച മഹനീയമായ ജനാധിപത്യ ശീലം നമുക്കുള്ളതുകൊണ്ടാണ്. അത് കൈമോശം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ തെരഞ്ഞെടുപ്പ് സുതാര്യമല്ല എന്ന് പറഞ്ഞ് ഇന്ന് രാഷ്ട്രീയ കക്ഷികൾ മാർച്ച് നടന്ന് നമ്മൾ കണ്ടു. അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ബസ് കയറ്റി കൊണ്ടുപോകുന്നത് കണ്ടു. അപ്പോൾ ഇത് ഇന്ത്യയിൽ തന്നെ അപൂർവമായൊരു കാര്യമാണ്. ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ചരിത്ര നിമിഷമാണ്. കഴിഞ്ഞ 10-11 വർഷമായി ഇന്ത്യയിൽ തുടരുന്ന എറോഷൻ ഓഫ് ഡെമോക്രസി എന്ന് പറയുന്ന ആ സംഭവത്തിൽ വളരെ നിർണായകമായ മൈൽ സ്റ്റോണായ ഒരു ചരിത്ര സംഭവമാണിത്. ഇവിടെ നമ്മളിനി കോടതി എന്ത് പറയും, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെ റിയാക്ട് ചെയ്യും, രാഷ്ട്രീയ പാർട്ടികൾ എന്തെങ്കിലും ചെയ്യും എന്ന് വിചാരിച്ചിരിക്കുകയല്ല. വോട്ട് ചെയ്യുന്ന എല്ലാ മനുഷ്യരും ഇതിനെതിരെ പ്രതികരിക്കേണ്ട ഒരു അവസാന നിമിഷം കൂടിയാണ്. നിഷാദ്, ഈ കരട് വോട്ടർ പട്ടികയിൽ ഈ 65 ലക്ഷം പേര് പുറത്താണ് എന്നുള്ളത് നമ്മൾ കണ്ട്. നിലവിലിപ്പോൾ സുപ്രീം കോടതിയിൽ അതിൻ്റെ വാദം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം നിലവിലെ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന വിധികൾ അല്ലെങ്കിൽ അവരുടെ അതിൻ്റെ അകത്ത് വരുന്ന കമൻറ്റുകളൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് അത്തരത്തിൽ ആശ്വാസകരമായ ഒരു നടപടി ഇന്ത്യൻ ജനാധിപത്യത്തിനായിട്ടുണ്ടാകുമോ? സുപ്രീം കോടതിയിൽ നിന്നാണ് ഉണ്ടാവേണ്ടത്. സുപ്രീം കോടതിയിൽ നിന്ന് സമീപകാലത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കേസുകളിലെല്ലാം അന്തിമ തീർപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉതകും വിധത്തിലുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു. എന്നാൽ രാജ്യത്തെ ഏറ്റവും വലിയൊരു അവിശ്വാസ പ്രശ്നമാണിതെന്ന് മട്ടിൽ സുപ്രീം കോടതി തന്നെ എടുത്തിട്ടില്ല എന്നൊരു നിരാശ ആളുകൾക്കുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്ക്, അതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾക്ക്, MP-മാർക്ക് അവിശ്വാസമുണ്ട്. ആ അവിശ്വാസം ഫിക്സ് ചെയ്യേണ്ടതാണ് എന്ന ഒരു അജണ്ടയെ മുൻനിർത്തിക്കൊണ്ട് സുപ്രീം കോടതി പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിനു പകരം സുപ്രീം കോടതി കമ്മീഷൻ പറയുന്നതിന് മുഴുവൻ കേൾക്കുന്നതെന്നാണ് മിക്കപ്പോഴും കാണുന്ന കാര്യം. കമ്മീഷൻ പറയുന്നത് കേൾക്കണം. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കമ്മീഷനാണ് അതിൻ്റെ പരമാധികാരി. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം അതിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള അട്ടിമറികൾ, ആക്ഷേപങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായ പരിശോധന നടത്തുക. തെരഞ്ഞെടുപ്പിൻ്റെ നടത്തിപ്പ് സംവിധാനത്തിനകത്ത് എന്തെങ്കിലും സുതാര്യത ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനൊക്കെ ബാധ്യത ഭരണഘടനയുടെ കസ്റ്റോഡിയനായിട്ടുള്ള സുപ്രീം കോടതിയുടെ പരിപാടിയാണ്. സുപ്രീം കോടതി ചെയ്യുമെന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. ഇതിന് മുമ്പുള്ള കേസുകളിലുണ്ടായിട്ടുള്ള അന്തിമ തീർപ്പുകൾ നിരാശാജനകമാണെന്ന് പറയുമ്പോൾ തന്നെ ഇനി അത് സുപ്രീം കോടതിക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് നമ്മൾ വിചാരിക്കണം. ഇപ്പോൾ ബീഹാറിലെ SIRൻ്റെ കാര്യം പറയുമ്പോൾ ഇതിന് മുമ്പ് വരെ, അതായത് രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ ആഴ്ചത്തെ വാർത്താ സമ്മേളനത്തിന് തൊട്ട് മുൻപ് വരെ BJPക്ക് പറഞ്ഞു നിൽക്കാൻ കഴിയുമായിരുന്നു. ഈ പറയുന്ന ആശയക്കുഴപ്പങ്ങളുണ്ട്, അത് പരിഹരിക്കാൻ ഇലക്ഷൻ കമ്മീഷന് പറഞ്ഞു നിൽക്കാൻ കഴിയുമായിരുന്നു. മൊത്തം ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കാനും തെറ്റുകൾ പരിഹരിക്കാനും അതൊരു മികച്ച പട്ടികയാക്കാനുമുള്ള ഞങ്ങളുടെ ആത്മാർത്ഥമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ പരിപാടിയെന്ന്. ഇനി പക്ഷേ അത് പറയാൻ കഴിയില്ല. അവരെത്ര ഉച്ചത്തിൽ പറഞ്ഞാലും ഇന്ത്യയിലെ ജനാധിപത്യബോധമുള്ള, നീതിബോധമുള്ള മനുഷ്യർ ബീഹാറിൽ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടി ന്യായമായ പരിപാടിയാണെന്ന് വിശ്വസിക്കില്ല. എന്തോ തട്ടിപ്പിനുള്ള സംഗതിയാണെന്ന് സ്വാഭാവികമായിട്ടും വിശ്വസിക്കും. കാരണം എന്താണ്, ഇത് മൊത്തം നന്നാക്കാനുള്ള പരിപാടിയാണ്. ഈ പറഞ്ഞ റിവിഷൻ എന്നിവർ പറയുന്നു. 2003 ശേഷം ആദ്യമായിട്ട് നടത്താൻ പോകുന്നതാണ് ഈ പറയുന്നത്.
അതെന്താണ് ബീഹാറിൽ മാത്രമായിട്ട് നടത്തുന്നത്? എന്തിനാണ്? ബീഹാറിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. ബീഹാറിൽ ഇപ്പോൾ വലിയ മഴ നടന്നുകൊണ്ടിരിക്കുകയാണ്, വെള്ളപ്പൊക്കം ഭയങ്കര അഫക്റ്റ് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോഴാണോ ഇതിൻ്റെ മൊത്തം ഈ റിവിഷൻ, ഈ ഇൻറ്റൻസീവ് റിവിഷൻ നടത്താൻ പറ്റുന്ന സമയം? എന്ന് മാത്രമല്ല, ഈ അവസാന സമയത്തേക്ക് ഇത് വെച്ചിരിക്കുന്നത് എന്തിനാണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഇവർക്ക് ഇത് ഇനിഷ്യേറ്റ് ചെയ്യായിരുന്നല്ലോ, ചെയ്തില്ലല്ലോ. അതിന് മുമ്പ് ചെയ്യായിരുന്നല്ലോ, ചെയ്തില്ലല്ലോ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഇതാ ഇവിടെ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു. അവിടെ BJP സംബന്ധിച്ച് സവിശേഷമായ ലക്ഷ്യങ്ങളുണ്ട്. അവിടെ ഇപ്പോൾ അസാധാരണമായിട്ടുള്ള ഒരു പുനഃപരിശോധനാ പരിപാടിയുമായിട്ട് വന്നിരിക്കുന്നതിൽ തന്നെ ആളുകൾ പുറത്താക്കപ്പെടുന്നതിൻ്റെ ക്രൈറ്റീരിയ നമ്മൾ കണ്ടു. ആളുകൾ വൻതോതിൽ പുറത്താക്കപ്പെടുകയാണ്. 65 ലക്ഷത്തോളം ആൾക്കാർ പുറത്താക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. സർക്കാർ കമ്മീഷൻ പറഞ്ഞ 97% ആൾക്കാർ ഇപ്പോൾ തന്നെ ഓൾറെഡി ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞതാണ്. അത് പ്രതിപക്ഷം സമ്മതിക്കില്ല, അത് വ്യാജമാണെന്ന് പറയുന്നത്. കാരണം ഈ ക്രൈറ്റീരിയ മുഴുവൻ വെച്ചുകൊണ്ട് ആപ്ലിക്കേഷൻ സമർപ്പിക്കൽ ഈസ് നോട്ട് പോസിബിൾ. കാരണം എന്താണ്? ആധാർ പോലുള്ള സംഗതിയിൽ പറ്റില്ല. പകർത്തി ഇവരുടെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റോ ജനന സർട്ടിഫിക്കറ്റോ ഒക്കെ വേണം. ബീഹാർ പോലെ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരം സർട്ടിഫിക്കറ്റുകളെല്ലാം വെച്ചുകൊണ്ട് 98% ആളുകൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു സർക്കാർ അല്ലെങ്കിൽ കമ്മീഷൻ പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ കഴിയാത്ത ഒന്നാണ്. അപ്പോൾ അതിന് പിന്നിൽ എന്തോ പണി നടക്കുമെന്ന് വിചാരിക്കണം. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2019 തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ചില പ്രത്യേക പോക്കറ്റുകളും മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ശാസ്ത്രീയമായ പണി നടക്കുക. അതിൽ തന്നെ നമുക്കൊരിക്കലും വോട്ട് ചെയ്യാത്ത ആളുകളുണ്ട് എന്ന് വിചാരിക്കുന്ന സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും? അവിടുത്തെ വോട്ടർ പട്ടികയിൽ നിന്ന് പരമാവധി വെട്ടുക എന്നുള്ളതാണ്. ഇപ്പോഴും മാധ്യമങ്ങളിൽ വന്ന വാർത്ത, കിഷൻഗഞ്ച് പോലുള്ള സ്ഥലങ്ങളിൽ, മുസ്ലിം വോട്ടേഴ്സ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ ആളുകളുടെ വോട്ടർമാരുടെ പട്ടികയിൽ എണ്ണത്തിൽ കുറവ് വരികയാണ്. സ്വാഭാവികമായി എല്ലായിടത്തും വോട്ട് വർധന ഉണ്ടാവുമല്ലോ. പക്ഷേ ഇത്തരം സ്ഥലങ്ങളിൽ മാത്രം വോട്ടിൻ്റെ എണ്ണം കുറയുകയാണ്. അവിടെ എല്ലാം പരമാവധി ആൾക്കാരെ വെട്ടിക്കളയുന്നു. അവരൊരു മേജർ ഫാക്ടർ ആവാൻ പാടില്ല. അതത് മണ്ഡലങ്ങൾക്കകത്ത് പരമാവധി ആളുകളുടെ വോട്ട് കുറഞ്ഞിരിക്കണം എന്ന പ്ലാനിനെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്നു. ഒപ്പം കൃത്യമായ രേഖയില്ലാത്തവർ, കൃത്യമായ വിലാസമില്ലാത്തവർ, അച്ഛൻ്റെയും അമ്മയുടെയും പേരില്ലാത്ത ആളുകളെയൊക്കെ വ്യാപകമായി ഇതിനൊക്കെ തിരികെ കയറ്റുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബീഹാർ മറ്റ് പല സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ തന്നെയും അഹിതമായ പദ്ധതികളിലൂടെയുള്ള തെരഞ്ഞെടുപ്പ് പരിപാടികൾ നടന്നിട്ടുണ്ട് എന്ന് വലിയ സംശയം ഉയർന്നിരിക്കെ ബീഹാറിൻ്റെ കാര്യത്തിൽ അത് നടക്കാതിരിക്കാനുള്ള വലിയ ജാഗ്രത രാഷ്ട്രീയ പാർട്ടികൾക്കും ജനങ്ങൾക്കും ഉണ്ടാവണം. അതിൻ്റെ കൂടെ ആർക്കുണ്ടാവണം? സുപ്രീം കോടതിക്ക് നിശ്ചയമായി ഉണ്ടാവണം. ഇനി ഇത്തരമൊരു സംഭവം കർണാടകയിലെ മഹാദേവ്പുരയോ അല്ലെങ്കിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലമോ പോലെയുള്ള സംഗതികൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത ബീഹാറിൻ്റെ കാര്യത്തിൽ കാണിക്കാൻ കഴിയട്ടെ. ബീഹാറിനെ സംബന്ധിച്ച് RJDക്ക് വലിയ റോളുള്ള ഒരു സ്ഥലമാണ്. അവിടെ അവരെ പരമാവധി വെട്ടാനുള്ള ശ്രമമായിരിക്കും ഇവർ നടത്താൻ പോകുന്നത്. കാണണം, 8 കോടി ആൾക്കാർ ഉള്ള ഒരു വോട്ടേഴ്സുള്ള ഒരു സ്ഥലത്ത് 3-4 മാസം കൊണ്ട് റിവിഷൻ നടത്താൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന സംഗതിയെ ഒരു നിലയ്ക്കും വിശ്വസിക്കാൻ കഴിയുന്നതല്ല. ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി അതിനെ ബ്ലോക്ക് ചെയ്യാൻ സുപ്രീം കോടതിക്ക് കഴിയൂ. സമരങ്ങൾ കൊണ്ട് കഴിയുന്നില്ല. സുപ്രീം കോടതി ചെയ്യുമെന്ന് പ്രത്യാശിക്കും. അതെ, ഈ ബീഹാറിൽ നടപ്പാക്കിയ വിവാദ വോട്ടർ പട്ടിക പരിഷ്കരണം കേരളത്തിൽ നടപ്പാക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സുപ്രീം കോടതിയുടെ ഇടപെടൽ എങ്ങനെ ഉണ്ടാകുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ബാക്കി കാര്യങ്ങൾ. ഇതാണ് ഒരു രാജ്യം, ഒരു തെരഞ്ഞെടുപ്പല്ലേ, ആ പരിപാടിയുടെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ.